ലിയോര ധ്യാനപീഠത്തിൽ കണ്ണടച്ചിരുന്നു. പാട്രിക് പുറത്ത് കാവലിരുന്നു. അവൾ നിക്കോടെ പുസ്തകം നെഞ്ചോട് ചേർത്തു. മനസ്സ് ശാന്തമാക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ കഴിയില്ലായിരുന്നു. പെട്ടെന്ന് മുറിയിലെ വെളിച്ചം മങ്ങി. തണുത്ത കാറ്റ് വീശി. അവളുടെ ചുറ്റും നിഴൽ ശക്തികൾ രൂപം കൊള്ളാൻ തുടങ്ങി. ഇത്തവണ അവർക്ക് കൂടുതൽ വ്യക്തമായ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ലിയോറയുടെ പഴയ സംശയങ്ങൾ, പരാജയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്നിവയായിരുന്നു അവ. നിനക്ക് നിന്നെ തന്നെ നഷ്ടമാകും. നീ അവരെ ഉപേക്ഷിച്ച് തിരിച്ചു പോ. പരാജയപ്പെട്ടവളെ, നീ വെറും ഒരു ബുക്ക് സെല്ലറാണ്. ലിയോറയ്ക്ക് ലോകം ഹൃദയമിടിപ്പോടെ കഴിയില്ല. അവൾക്ക് എഴുന്നേറ്റ് ഓടിപ്പോകാൻ തോന്നി. പക്ഷേ പാട്രിക് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. നിന്റെ ചിന്ത. അവൾ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. വാക്കുകളുടെ ശക്തിയും പ്രകൃതിയുടെ ശാന്തതയും അവൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പരാജയപ്പെട്ടവളല്ല, അവൾ ഉറക്കെ പറഞ്ഞു. ഞാൻ തിരഞ്ഞെടുത്തവളാണ്. ഈ ഭയം എന്റെ ചിന്ത മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. ലിയോറ ധ്യാനത്തിൽ മുഴുകി. അവൾ തന്റെ ഭയങ്ങളെ ആലിംഗനം ചെയ്തു. അവയെ ശക്തിയായി പരിവർത്തനം ചെയ്തു. അവൾക്ക് ചുറ്റുമുള്ള നിഴലുകൾ ദുർബലമായി. അവസാനം അവ വെറും പുകയായി അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായി. അവൾ കണ്ണു തുറന്നപ്പോൾ അവളുടെ നെഞ്ചോട് ചേർന്നിരുന്ന പുസ്തകം ശക്തിയായി പ്രകാശിച്ചു. ധ്യാനപീഠത്തിന് മുകളിൽ കറുത്ത പരിപരുത്ത കല്ലിൽ കൊത്തിയ താക്കോൽ ഉയർന്നു വന്നു. മനസ്സിന്റെ അചഞ്ചലമായ ശക്തിയുടെ അടയാളമായിരുന്നു അത്. നീ വിജയിച്ചിരിക്കുന്നു ലിയോറ. മനസ്സിന്റെ ശക്തി നിനക്ക് ലഭിച്ചിരിക്കുന്നു. പാട്രിക് മുറിക്കകത്ത് കയറി സന്തോഷത്തോടെ പറഞ്ഞു. മൂന്നാം താക്കോൽ പുസ്തകത്തിൽ സ്ഥാപിച്ചതോടെ പുസ്തകം പൂർണ്ണമായ ശക്തി കൈവരിച്ചു. അതിന്റെ കവർ ശക്തമായി തിളങ്ങി. 3 താക്കോലുകളും ഒരുമിച്ച് ചേർന്ന് പുസ്തകത്തിന്റെ മധ്യത്തിൽ ഒരു പ്രകാശഗോളം സൃഷ്ടിച്ചു. അവസാന താളിൽ അപ്രതീക്ഷിതമായ ഒരു ചിത്രം തെളിഞ്ഞു. അത് അവളുടെ വിക്ടോറിയ എന്ന പഴയ പുസ്തകശാലയായിരുന്നു. ഇതാണ് അവസാന ലക്ഷ്യം. നിഴൽ ശക്തികളുടെ നേതാവായ ബെഞ്ചമിൻ പുസ്തകശാലയെ ലക്ഷ്യമിടുന്നു. അവൻ അറിവിന്റെ ഉറവിടത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ പോരാട്ടം അവസാനിക്കും. ഇനി ലിയോറ, നിന്റെ പുസ്തകശാലയിലേക്ക് മടങ്ങണം. പക്ഷേ ഒരു സാധാരണ ജീവനക്കാരിയായിട്ടല്ല, മറിച്ച് മാന്ത്രിക പുസ്തകങ്ങളുടെ രക്ഷകയായി. ലോകത്തിലെ അറിവിനെ സംരക്ഷിക്കാൻ നിനക്ക് തന്റെ 3 താക്കോലുകളുടെ ശക്തിയും ഉപയോഗിക്കേണ്ടതായി വരും. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുസ്തകശാലയിലേക്ക് മടങ്ങിയെത്തി. പുസ്തകശാലയുടെ അന്തരീക്ഷം വല്ലാതെ ഭീകരമായിരുന്നു. പഴയ പുസ്തകങ്ങളുടെ സുഗന്ധത്തിന് പകരം കരിഞ്ഞ എന്തോ ഒന്നിന്റെ ഗന്ധം തങ്ങി നിന്നു. പുറത്ത് ശാന്തമായിരുന്നെങ്കിലും അകത്ത നിഴൽ ശക്തികളുടെ നേതാവായ ബെഞ്ചമിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു. പുസ്തകശാലയുടെ നടുവിൽ അവൻ നിന്നിരുന്നു. കറുത്ത പുകമറ പോലെയുള്ള രൂപം, ചുവന്ന തീക്കനലുകൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ. അവന്റെ രൂപം പുസ്തകശാലയിലെ അക്ഷരങ്ങളെയും അറിവിന്റെ പ്രകാശത്തെയും ഇല്ലാതാക്കുന്നത് പോലെ തോന്നി. അവന്റെ ചുറ്റും നിഴൽ രൂപങ്ങൾ കാവൽ നിന്നു. ബെഞ്ചമിന്റെ ശബ്ദം മുറിയിൽ പ്രതിധ്വനിച്ചു. അത് അക്ഷരങ്ങളെ പോലും വിറപ്പിക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന ശബ്ദമായിരുന്നു. നീ അറിവിന്റെ താക്കോലുകൾ ഒരുമിച്ച് ചേർത്താലും നിന്റെ കൈകളിൽ നിന്നും അത് ഞാൻ സ്വന്തമാക്കും. ലോകത്തിലെ എല്ലാ അറിവും ഇരുട്ടിന് അടിമപ്പെടും. അറിവ് ആർക്കും അടിമപ്പെടില്ല, ലിയോറ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭയമകറ്റി അവൾ നിഗൂഢ പുസ്തകം തുറന്നു. അവൾ ആദ്യം ഉപയോഗിച്ചത് 1-ാം താക്കോലായ വാക്കുകളുടെ ശക്തിയായിരുന്നു. പുസ്തകത്തിലെ സംരക്ഷണ മന്ത്രങ്ങൾ അവൾ ഉറക്കെ ചൊല്ലി. ഓരോ മന്ത്രവും പ്രകാശത്തിന്റെ വാളുകളായി നിഴൽ രൂപങ്ങളിലേക്ക് പാഞ്ഞു. അറിവിന്റെ സംരക്ഷകർ ഉണരുക. അവളുടെ മന്ത്രം പതിച്ചപ്പോൾ പുസ്തകശാലയിലെ ഓരോ പുസ്തകവും തെളിഞ്ഞു. താളുകൾ തനിയെ തുറന്നു. അതിലെ അക്ഷരങ്ങൾ കൂട്ടം കൂട്ടമായി പറന്നുയർന്നു. പ്രകാശത്തിന്റെ സൈനികരെ പോലെ
നിഴൽ രൂപങ്ങളെ ആക്രമിച്ചു. നിഴലുകൾക്ക് പ്രകാശത്തിന്റെ വാക്കുകളെ നേരിടാൻ കഴിഞ്ഞില്ല. അവ വേദനയോടെ പിൻവാങ്ങി. വാക്കുകളുടെ ആക്രമണത്തിൽ ബെഞ്ചമിന്റെ ശക്തി ഒന്ന് കുറഞ്ഞു. ഈ അവസരം മുതലെടുത്ത് പാട്രിക് പുറകിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ച നിഴലുകളെ തടയാൻ ശ്രമിച്ചു. ഇത് നിന്റെ അവസാനമാണ് ലിയോറ. ബെഞ്ചമിൻ അലറി. അവന്റെ കയ്യിൽ നിന്നും ഒരു കറുത്ത ഊർജ്ജഗോളം അവൾക്ക് നേരെ പാഞ്ഞു. ലിയോറ പരിഭ്രമിച്ചില്ല. അവൾ പ്രകൃതിയുടെ ശക്തിയുടെ രണ്ടാം താക്കോലിന്റെ താളിലേക്ക് മനസ്സ് തിരിച്ചു. പ്രകൃതി, എന്നെ സംരക്ഷിക്കൂ. പുസ്തകശാലയുടെ അടങ്ങിയ ജനലുകൾ തനിയെ തുറന്നു. ശക്തമായ കാറ്റ് അകത്തേക്ക് ആഞ്ഞു വീശി. പൊടിയും പുസ്തക താളുകളും അന്തരീക്ഷത്തിൽ ചുഴറ്റിയെറിഞ്ഞു. ജനലിലൂടെ മരങ്ങളുടെ വള്ളികൾ പാമ്പുകളെ പോലെ അകത്തേക്ക് എഴുന്നേറ്റി. ബെഞ്ചമിനെ അവ ബന്ധിക്കാൻ ശ്രമിച്ചു. പുസ്തകശാലയുടെ തറയിൽ ലിയോറയുടെ പാദങ്ങൾക്ക് ചുറ്റും പുൽക്കൊടികൾ വളർന്നു. അവൾക്ക് ഒരു സുരക്ഷിത വലയം തീർത്തു. ബെഞ്ചമിന്റെ കാലിലും വള്ളിപ്പടർപ്പുകളിലും കുടുങ്ങി. അവന്റെ ആക്രമണം തടസ്സപ്പെട്ടു. ദുർബലനായ അവൻ ഒരിക്കൽ കൂടി അവൾക്ക് നേരെ ആഞ്ഞു വീശി. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ നിന്റെ ഭയമാണ്. ഈ നിമിഷമാണ് ഏറ്റവും പ്രധാനം. അവൾ കണ്ണുകൾ അടച്ചു. മനസ്സിന്റെ ശക്തിയുടെ മൂന്നാം താക്കോലിന്റെ താളിലേക്ക് അവൾ ശ്രദ്ധിച്ചു. ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ചിന്തകളുടെ പോരാട്ടമാണ്. ലിയോറയുടെ മനസ്സിൽ ഭയമുണ്ടായില്ല, പകരം ഒരു തണുത്ത ശാന്തത നിറഞ്ഞു. അവൾ മനസ്സുകൊണ്ട് ബെഞ്ചമിന്റെ കറുത്ത ഊർജത്തെ നേരിട്ടു. നീ വെറുമൊരു നിഴലാണ്, ഞാൻ വെളിച്ചമാണ്. അവളുടെ അചഞ്ചലമായ മനസ്സിന്റെ ശക്തി നിഗൂഢ പുസ്തകത്തിലൂടെ പ്രവഹിച്ചു. പുസ്തകം ഉഗ്രമായ പ്രകാശത്തിൽ പൊട്ടിത്തെറിച്ചു. ഒരു പ്രകാശ ഗോപുരം പോലെ അത് മുറിയിൽ നിറഞ്ഞു. ആ പ്രകാശം ബെഞ്ചമിന്റെ ഇരുണ്ട രൂപത്തെ കടന്നുപോയി. വേദനയോടെ അവൻ അലറി. അവന്റെ ഇരുണ്ട രൂപം തകർന്നു. അവൻ കറുത്ത പുകയായി ചുരുങ്ങി. അവസാനം ആ പുക പോലും അപ്രത്യക്ഷമായി. അറിവിന്റെ പ്രകാശത്തിനു മുന്നിൽ അജ്ഞതയുടെ ഇരുട്ട് ഇല്ലാതായി. അങ്ങനെ പോരാട്ടം അവസാനിച്ചു. പുസ്തകശാല ശാന്തമായി. ചിതറിക്കിടന്ന പുസ്തകങ്ങളെല്ലാം തനിയെ ഷെൽഫുകളിലേക്ക് മടങ്ങിപ്പോയി. പാട്രിക് ആശ്വാസത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. നമ്മൾ വിജയിച്ചു ലിയോറ, നമ്മൾ വിജയിച്ചു. നീ എന്റെ ലോകത്തെ രക്ഷിച്ചു. അവൾ സന്തോഷത്തോടെ പാട്രിക്കിനെ നോക്കി. അവളുടെ കൈകളിൽ എപ്പോഴും മാന്ത്രിക പുസ്തകം ഉണ്ടായിരുന്നു. ഇനി ഈ ലോകത്തിലെ അറിവുകളുടെ സംരക്ഷക ലിയോറയാണ്. അതവൾക്കറിയാമായിരുന്നു. ഈ യാത്രയുടെ തുടക്കത്തിൽ അവൾ ഒരു സാധാരണ ബുക്ക് സെല്ലറായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ പുസ്തകത്തിന്റെയും ശക്തി തിരിച്ചറിഞ്ഞ ഒരു വീര വനിതയായി അവൾ മാറിയിരിക്കുന്നു. നിറഞ്ഞ നന്ദിയോടെ പാട്രിക് അവളോട് യാത്ര ചോദിച്ചു. ഒപ്പം ഏത് അപകടഘട്ടത്തിലും അവൾക്ക് സംരക്ഷകനായി എത്തിയിരിക്കുമെന്നൊരു വാക്കും. ഒരു പ്രകാശഗോളമായി മാറി കാറ്റിൽ അലിഞ്ഞിച്ചിരുന്ന പാട്രിക് ലിയോറയിൽ ഒരു നൊമ്പരം പടർത്തി. എങ്കിലും പുസ്തകശാലയിലെ വെളിച്ചം പഴയതുപോലെ മനോഹരമായി തിളങ്ങി. അവിടെ പുതിയ കഥകൾ എഴുതപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ഒരു പുതിയ ലോകത്തിന്റെ കഥ.